ആ SHOയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അയാൾ ഈ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്. SIയും പോലീസുകാരും മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു SHO ഉണ്ടാവണമല്ലോ. ആരായിരുന്നു SHO? ഇത് അവഹേളിക്കാൻ വേണ്ടി തന്നെ ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടി തന്നെയാണ് ആ SHO ഇക്കാര്യം ചെയ്തത്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. ഇൻസൾട്ട് തന്നെയാണ്. ഒരു പ്രതിയാണെങ്കിലും ശരി, പ്രതിയെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. അത് ഡിഫോമേഷൻ തീർച്ചയായിട്ടും ആ ചാർജ് നിൽക്കും. എന്തിനാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വേഷപ്പകർച്ച ഉണ്ടാക്കി അവരെ തലയെല്ലാം മൂടിക്കെട്ടി കൊണ്ടുവന്നത്? അയാളെ ഡീപ്രമോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അയാൾ ആ SHO ആയിട്ട് ഇരിക്കാൻ യോഗ്യതയില്ല. അയാളുടെ മേലുദ്യോഗസ്ഥന്മാരെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡെന്ന് ആ മഹാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. SFI നേതാക്കളെ ആക്രമിച്ചുവെന്ന കേസിൽ പ്രതികളായ KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് മുഖം മറച്ചും വിലങ്ങണിയിച്ചുമാണ്. പോലീസിന്റെ നടപടിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. എന്നാൽ ഇതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും നേതാക്കളെ മുഖം മൂടിയിട്ട് വിലങ്ങ് വെച്ചാണ് എത്തിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. 1 മാസം മുൻപ് നടന്ന SFI KSU സംഘർഷത്തെ തുടർന്ന് ഒളിവിലായിരുന്നു 3 പ്രതികളും. വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് എന്തിന്? അങ്ങനെ പോലീസിന് ചെയ്യാമോ എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, SFI ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ദേശമംഗലം ആദിത്യൻ, കിള്ളിമംഗലം കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവരെ ഓഗസ്റ്റ് 18-ന് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് പരിസരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്ന കേസിലാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, ഒറ്റപ്പാലം കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹി അൽ അമീൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കൊലപാതക ശ്രമത്തിനും 8000 രൂപയും മൊബൈൽ ഫോണും കൈവശപ്പെടുത്തി എന്ന കുറ്റവുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1 മാസം മുൻപ് നടന്ന സംഘർഷത്തെ തുടർന്ന് ഒളിവിലായിരുന്ന 3 KSU നേതാക്കളെ വ്യാഴാഴ്ച രാത്രിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മുഖം മറച്ച് വിലങ്ങണിയിച്ച് ഇവരെ കോടതിയിൽ കൊണ്ടുവരുന്നത്. സാധാരണ ഭീകരരെയോ അല്ലെങ്കിൽ പ്രമാദമായ കേസുകളിലെ കൊടും കുറ്റവാളികളെയോ ഒക്കെയാണ് ഇത്തരത്തിൽ മുഖമറച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി നേതാക്കളെ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ആ SHOയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അയാൾ ഈ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്. കാരണം അയാളെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ നേരത്തെ കുന്നംകുളത്തെ SHO ആയിരുന്നു എന്ന് പറയുന്നു. അയാളുടെ കീഴിലായിരുന്ന SIയും പോലീസുകാരും അവിടുത്തെ കുന്നംകുളത്ത് കൊണ്ടുവന്ന് ശുചിത്വ നായ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അയാളെ മർദ്ദിച്ച സമയം അത് ഇന്ന് വരെ ആരും പുറത്തോട്ട് പറഞ്ഞില്ല. SIയും പോലീസുകാരും മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു SHO ഉണ്ടാവണമല്ലോ. ആരായിരുന്നു SHO? ഈ മാന്യനാണ് അന്ന് അവിടുത്തെ SHO എന്ന് പറയുന്നു. ഷാജഹാൻ എന്നയാൾ കുന്നംകുളത്ത് നിന്നാണ് ട്രാൻസ്ഫറായി വടക്കാഞ്ചേരി വന്നത്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അറിയപ്പെടുന്ന കോളേജിലെ KSU പ്രവർത്തകരാണ്. മറ്റ് എതിർകക്ഷികൾ അല്ലെങ്കിൽ വാദിയായിട്ട് വന്നത് SFIക്കാരാണ്. 2 കൂട്ടരും അറിയുന്ന വ്യക്തികളാണ്. അവരുടെ പേരെല്ലാം FIRനകത്ത് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ടത് എന്ന് ആ SHOയ്ക്ക് വ്യക്തതമില്ല. അയാൾ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ട് അത് പൊതുജനങ്ങളുടെ പേരിലായിട്ട് അങ്ങോട്ട് ആവേശിച്ച് അതിനൊരു വകുപ്പുണ്ടാക്കുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. ഒരു ഗ്രേവ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഐഡന്റിഫിക്കേഷൻ്റെ പരേഡ് നടത്തേണ്ട ഒരു ആവശ്യം വരുന്നത്. പ്രത്യേകിച്ച് മർഡർ, അറ്റംപ്റ്റ് ടു മർഡർ, അങ്ങനെയുള്ള ഈ ക്രിമിനൽസ് ചെയ്യുന്ന ഗ്രേവ് ക്രൈം ആ നാട്ടിലോ അല്ലെങ്കിൽ ആ വീടിൻ്റെ സംഭവം നടന്ന വീടിൻ്റെ പരിസരത്തോ ഉള്ളവരല്ലാതെ മറ്റ് സംസ്ഥാനത്തു നിന്ന് ദൂരെ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ഗാങ്ങുകൾ വന്ന് ചെയ്തിട്ട് പോകുമ്പം അവരെ ആ വീട്ടുകാർക്കോ അതിൻ്റെ പരിസരത്തുള്ളവർക്കോ നാട്ടുകാർക്കോ സുപരിചിതരല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. അത് 54 CRPC പ്രകാരം 54A CRPC പ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ BNSS അതിൽ 54 പ്രകാരമാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. അപ്പോൾ ആ SHOയ്ക്ക് കാര്യമായ അന്വേഷണ പാഠവമില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലായത്. അതുകൊണ്ട് അയാളെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് അയാൾക്ക് ട്രെയിനിങ് വീണ്ടും കൊടുക്കണം. അയാളെ ഡീപ്രമോട്ട് ചെയ്യണം. ഒരു SHO ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. ഒരു SI ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും
ട്രെയിനിങ്ങിന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഏത് കേസിലെ പ്രതികളാണ് എങ്കിലും എങ്ങനെയാണ് അവരെ കോടതിയിൽ ഹാജരാക്കേണ്ടത്? പ്രതികളെ കോടതി മജിസ്ട്രേറ്റിന് മുമ്പിൽ ആക്കുമ്പം വിലങ്ങ് അണിയാൻ പാടില്ല. എത്ര വലിയ കുറ്റവാളിയായാലും ശരി വിലങ്ങ് അണിയാൻ പാടില്ല എന്നാണ് നിയമം. അവരെ സ്വതന്ത്രമായിട്ട് വേണം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ. മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറി നിൽക്കണം, ഇറങ്ങി നിൽക്കണം. പോലീസിനെ പറ്റി എന്തെങ്കിലും ആക്ഷേപ മർദ്ദനത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് അതിലോട് ചോദിച്ച് ആ വിവരം റെക്കോർഡ് ചെയ്യും. അതിനൊരു സന്ദർഭം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വിലങ്ങഴിച്ചിരിക്കണം മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുന്നത്. രണ്ടാമത് ആ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കത്തില്ല മജിസ്ട്രേറ്റ് ഈ പ്രതിയായിട്ട് സംവദിക്കുന്നത്, പ്രതിയായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, അറിയപ്പെടുന്ന കേസ് നേതാക്കന്മാരാണ് കോളേജിലൊക്കെ, അവരൊരു കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അവർ ചിലപ്പം കുറ്റം ചെയ്യാം, ശരിയായിരിക്കാം. അവരറിയപ്പെടുന്ന ആൾക്കാരാണ്, വാദിക്കും പ്രതിക്കും അറിയാം. പിന്നെ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വലിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് താനെന്ന് വീമ്പിളക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാരെന്ന കാരുണ്യ അക്കാര്യത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഷാജഹാൻ എന്ന് പറഞ്ഞ SHO ഈ രീതിയിൽ നിയമങ്ങളെ വളച്ചൊടിച്ച് പൗരൻ്റെ പുറത്ത് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിഫമേഷനാണ്. ആ കുട്ടികളെ നാണം വരുത്തി, മറ്റേ കൊള്ളക്കാരെ പോലെ പഠിച്ചു വരുന്ന കുട്ടികളാണ്, കൊള്ളക്കാരെ പോലെ അവരെ അവതരിപ്പിച്ചു, അവരുടെ തലയും എല്ലാം മൂടിക്കെട്ടി വന്നത് തീർച്ചയായിട്ടും ഇൻസൾട്ട് തന്നെയാണ്. ഒരു പ്രതിയാണെങ്കിലും ശരി, പ്രതിയെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. അത് ഡിഫമേഷൻ തീർച്ചയായിട്ടും ആ ചാർജ് നിൽക്കും. കാരണം CCTV ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ചാനൽ ദൃശ്യത്തിൽ നമ്മൾ കണ്ടു, ഈ കുട്ടികളെ തലയിലെ കറുത്ത മുണ്ടിട്ട് അവരെ മുഖം മൂടിയിരിക്കുന്നു, അവരെ തിരിച്ചറിയാതിരിക്കാൻ. വലിയ കൊള്ളക്കാരെയും ഒക്കെയാണ് സാധാരണ ഇത് ഈ രീതി നമ്മൾ കൊണ്ടുവരുന്നത്. അത് പോലീസിൻ്റെ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിനെ ആധാരമാക്കുന്നതാണ്. എന്തിനാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വേഷപ്പകർച്ച ഉണ്ടാക്കി അവരെ തലയെല്ലാം മൂടിക്കെട്ടി കൊണ്ടുവന്നത്? കോടതി കൊണ്ടുവന്ന് ഹാജരാക്കുന്നതും തിരിച്ചു കൊണ്ടുവന്നതും അങ്ങനെയാണ്. വിവരക്കേടെന്നല്ലാതെ എന്തു പറയാൻ? അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആരെയും SHO ആയിട്ട് എങ്ങും കേരളത്തിൽ ഇരുത്താൻ പാടില്ല. നിയമത്തെപ്പറ്റി യാതൊരു അവബോധമില്ലാത്ത ഒരാൾ തന്നെയാണ് ആ പാലക്കാട്ടെ SHO. അയാൾ നേരത്തെ കുന്നംകുളത്തെ SHO ആണെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കേസിൽ ഇയാൾ പ്രതിയാകേണ്ടി വരും. ആ മർദ്ദനം നടക്കുന്ന സമയത്ത് SHO ഇയാളാണെങ്കിൽ ഇയാളെ ആ കേസിനകത്ത് ഒന്നാം പ്രതിയാക്കേണ്ടി വരും എന്നാണ് എൻ്റെ പക്ഷം. ഏതൊക്കെ കേസുകളിലാണ് ശരിക്കും പ്രതികളെ മുഖം മറച്ച് ഹാജരാക്കുക കോടതിയിൽ? അത് ഭീകര സ്വഭാവമുള്ളവരാണ്. സാധാരണ നമുക്ക് ബോംബെ അറ്റാക്കുകൾ മറ്റേത് കണ്ടല്ലോ, രാജ്യദ്രോഹപരമായ പ്രശ്നങ്ങൾ കാണിക്കുക. അത് വിദേശത്തുനിന്ന് വന്നവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ളവരോ നമ്മുടെ നാട്ടിലൊരു ഒഫൻസ് നടക്കുമ്പോൾ അയാളെപ്പറ്റി ആ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും അയാളെപ്പറ്റി അറിവില്ല, അവർ അപരിചിതരാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആളെ കണ്ട് തിരിച്ചറിയേണ്ടി വരും. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് അങ്ങനെയാണ് നടത്തുന്നത്. ഇയാളെ തിരിച്ചറിയുന്ന പരേഡ് കോടതി നടത്തുന്നത് ഒരാളെ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാളെ പോലെ ഇരിക്കുന്ന ഒരു 10-20 പേരെ മജിസ്ട്രേറ്റ് നിരത്തി നിർത്തും. അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ കയറ്റി നിർത്തും. അതിനുശേഷം ഈ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് അവരെ തിരിച്ചറിയേണ്ട ആൾക്കാർ ഓരോരുത്തരെ മജിസ്ട്രേറ്റ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഈ നിരന്ന് നിൽക്കുന്നതിൽ ആരാണ് നിങ്ങളെ അന്ന് ഉപദ്രവിച്ചതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയത്, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങളെ കൊന്നത്, അങ്ങനെയുള്ള ആ ആളെ സസ്പെക്ട് ചെയ്തതിനകത്ത് 10-20 പേര് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറ്റി നിർത്തിയിട്ട് ചോദിക്കുമ്പം തിരിച്ചറിയണം. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കേസ് വളരെ വീക്കാണ് എന്നാണ് മനസ്സിലാകുന്നത്. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് 54 BNSS പ്രകാരം നടത്തുന്നത് ഇങ്ങനെയുള്ള കേസിനല്ല. പ്രത്യേകിച്ച് FIR-നകത്ത് പേരുണ്ട്, KSUവിൻ്റെ ഭാരവാഹികളാണ്, അറിയപ്പെടുന്ന ആൾക്കാരാണ്, നേതാക്കന്മാരാണ്. അതിനകത്ത് പരിക്കേറ്റവരും DYFIക്കാരും രണ്ടു കൂട്ടരും പരസ്പരം അറിയുന്നവരാണ്. എന്തിനാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് എന്ന് ആ മഹാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അയാളെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ കുട്ടികളെ അവഹേളിക്കാൻ വേണ്ടി തന്നെ അയാൾ ഒരു രാഷ്ട്രീയ ചൊവ്വയോടുകൂടിയുള്ള നടപടി ഇൻവെസ്റ്റിഗേഷനാണ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ മുഖം മറച്ചുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതികളെ വിലങ്ങണിയിച്ച് കൊണ്ടുവരാൻ പറ്റുമോ കോടതിയിൽ? വിലങ്ങണിച്ച് ചാടിപ്പോകുന്ന സംശയം തോന്നിയാൽ തീർച്ചയായിട്ടും വിലങ്ങണിക്കാം. പക്ഷെ മജിസ്ട്രേറ്റിന് മുമ്പിൽ, കോടതിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ വിലങ്ങഴിച്ച് മാറ്റിയിട്ടേ ഹാജരാക്കാൻ കഴിയുള്ളൂ. ഈ 3 പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് നസീബിയെ അബ്ദുൾ റസാഖ് എന്തിനാണ് ഇവരെ മുഖം മറച്ച് വിലങ്ങണിയിച്ച് ഹാജരാക്കിയത് എന്ന് പോലീസിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഈ ഒരു ന്യായീകരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? അതൊരിക്കലും വിശ്വസനീയവുമല്ല. രണ്ടാമത് അത് നിയമപരവുമല്ല. ഇത് അവഹേളിക്കാൻ വേണ്ടി തന്നെ ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടി തന്നെയാണ് ആ SHO ഇക്കാര്യം ചെയ്തത്. അത് DYFIക്കാർ
പ്രതിയായാലും ശരി, KSUക്കാർ പ്രതിയായാലും ശരി, വേറെ ആര് പ്രതിയായാലും ശരി, അവരെ ഈ രീതിയിൽ അവമാനിക്കുന്നത് ശരിയല്ല. അറിയപ്പെടുന്ന ആൾക്കാരാണ്. കോളേജിലെ യൂണിയൻ ഭാരവാഹിയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും അവിടുത്തെ സാറുമാരും ചുറ്റുവട്ടുള്ള നാട്ടുകാരും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും അവരുടെ പേരൻസിനൊക്കെ അറിയാം. അങ്ങനെ ഒരാൾക്ക് ആ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവഹേളനപരമാണ്. അത് തീർച്ചയായിട്ടും ഒരു കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കും. ആ SHOയ്ക്കെതിരായിട്ട് അടിയന്തര നടപടികൾ അവർക്ക് സ്വീകരിക്കാനും കഴിയും. ഈ സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ പോലീസ് മേധാവികളോട് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിട്ടുമുണ്ട്. SHOയ്ക്ക് ശരിക്കും പണി കിട്ടുമോ ഈ ഒരു കേസിൽ? പണി ഉറപ്പല്ലേ? അയാളെ ഡീപ്രമോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അയാൾ ആ SHO ആയിട്ട് ഇരിക്കാൻ യോഗ്യതയില്ല. അവിടെ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് എന്തിനാണ് നടത്തുന്നത് അയാൾക്ക് വിവരമില്ല. അയാൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ അയാളുടെ ശത്രുക്കളെക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ കേസുകൾ വരെ അയാൾക്കെതിരായിട്ട് നീക്കും. നിയമത്തെപ്പറ്റി മറ്റു രീതിയിൽ അവലോകനം ചെയ്ത് ആ രീതിയിൽ പ്രതികളെ എടുത്ത് അയാളുടെ ആ അറിവ് അല്ലെങ്കിൽ അയാളുടെ വിവരമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മുകളിൽ ചാർത്തുന്നതാണെന്ന് കണ്ടത്. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് ഇതുപോലുള്ള കേസിലല്ല എന്ന് ആ മഹാൻ അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡിഫമേഷൻ കേസ് നിലനിൽക്കും. അയാൾക്കെതിരായിട്ട് ശിക്ഷാ നടപടികൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കണം. അയാൾ തീർച്ചയായിട്ടും ദുരുദ്ദേശത്തോടെ തന്നെയാണ് ആ കുട്ടികളോട് പെരുമാറിയത്. അടുത്തിടെ ഒരുപാട് സംഭവങ്ങൾ പോലീസ് ക്രൂരതയെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. സാർ തന്നെ പല കേസുകളിലും പോലീസിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നിട്ടും അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ ഭരണവർഗത്തിന്റെ ആജ്ഞാനുവർത്തികളായി പോലീസ് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അത് ഭരണവർഗത്തെ ഒന്ന് സൂചിപ്പിക്കണം. അത് ഇയാളുടെ മനസ്സിലുള്ള ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇയാൾ സ്വയമായിട്ട് പക്വതയില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ സ്വയമായിട്ട് ചെയ്യുന്ന വികൃതികളാണ്. അത് അധികാരം ദുർവിനിയോഗമാണ്. അതിന് മേലുദ്യോഗസ്ഥന്മാർ അയാളുടെ മേലുദ്യോഗസ്ഥന്മാരെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. സൂപ്പർവൈസറി ലാപ്സസ് DYSPക്ക് SPക്ക് ഇക്കാര്യത്തിലുണ്ടോ എങ്കിൽ അവരും ഇതിനകത്ത് സമാധാനം പറയേണ്ടി വരും. കാരണം ഇതുപോലെയുള്ള അന്വേഷണങ്ങളൊന്നും ഈ കുട്ടികളെ ലോ ആൻഡ് ഓർഡർ കേസിനകത്തല്ല ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. ഇവിടെ ഒരു കൊലപാതകമോ മർഡറോ ഒന്നുമില്ല. അവരെ പിടിച്ചു പറിച്ചെന്നുണ്ടാവാം, അങ്ങനെ ഒരു ആരോപണം കൊണ്ടിട്ടുണ്ടാവും. അത് രണ്ടു കൂട്ടരും അറിയപ്പെടുന്ന ആൾക്കാരാണ്, കോളേജ് യൂണിയനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന് എന്തിനാണ് ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ടത്? അതിന് ഈ ഇതുപോലെയുള്ള ക്രൂരരായ കൊലയാളികളെയും അതുപോലെയുള്ള വിധ്വംസ പ്രവർത്തനം ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുവരുന്ന പോലെ അവരുടെ തല മൂടിക്കെട്ടി അത് കറുത്ത തുണി അണിയിച്ച് കൊണ്ടുവന്ന് അപഹാസ്യമാണ്. അത് ആ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു അവഹേളിച്ചു എന്ന് പറയാമെങ്കിലും അപഹാസ്യമായ ഒരു നിലപാടാണ് ആ SHOയുടെ. അയാൾക്കെതിരായിട്ട് അടിയന്തര നടപടി എടുക്കണം. അയാൾ വിവരക്കേട് കാണിച്ചു, അയാളെ ഡീപ്രമോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.